ബൈ 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 ബൈ. പാവല്ലേ? ആ ആൾക്കാരിങ്ങനെ അടുത്തറിയുമ്പോഴാണ് നമുക്ക് അവരുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാവും. തങ്കപ്പെട്ട പയ്യ തന്നെ. എന്തായാലും നന്നായി പോയല്ലേ. അതെ. ഹലോ ശിവാനി, ഞാനാ ഷിബു. ഞാൻ പോയില്ലായിരുന്നു, ഗേറ്റിൻ്റെ അടുത്തുണ്ട്. ഒന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ? വേറെ ആരും വേണ്ടോ? ഒറ്റയ്ക്ക് വന്നാൽ മതിയേ. ആ ഓക്കെ. ഇതാ പറഞ്ഞു ഹെൽമെറ്റൊക്കെ പറഞ്ഞ എന്താ വിളിച്ചേ? എന്താ? അല്ല എന്തിനാ വിളിച്ചേ എന്നെ ഫോണില്? ആ വിളിച്ച് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അല്ല എന്റെ നമ്പർ എവിടെ കിട്ടി? നമ്പര് കഷ്ടപ്പെട്ട് ഒപ്പിച്ച് കൂട്ടുകാരന്മാരൊക്കെ വെച്ചേ. ആ അങ്ങനെ ഒപ്പിച്ചേ? വീട്ടിൽ വന്നപ്പോ എന്നോട് ചോദിച്ചാ പോരായിരുന്നു, ഞാൻ തരത്തില്ലേ? മതിയായിരുന്നല്ലേ? അല്ല എന്തിനാ വിളിച്ചെന്ന്? അതൊരു കാര്യം ചോദിക്കണ്ടായിരുന്നു. ചായ കുടിച്ചാ? ചായ കുടിച്ചാ? ഇല്ല, ഞാൻ കുടിച്ചോളാം. അതൊക്കെയാണോ? അല്ല അതല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതാണ്. ചേട്ടൻ ചോട്ടടിച്ചിട്ട് കാര്യം പറയട്ടാ. എനിക്കൊരു കാര്യം പറ്റി. പറ്റിയാ? ആ, ഞാൻ ജയിലിൽ കിടന്നില്ലേ, അപ്പൊ എനിക്കൊരു ബോധോദയം വന്നു. ആ, പൊതുവെ പലർക്കും ഇങ്ങനെ ജയിലിലൊക്കെ കിടക്കുമ്പോഴത്തേക്കും ബോധോദയം വരുന്ന കേട്ടിട്ടുണ്ട്. നല്ല കാര്യം, എന്തായാലും നന്നായി. ഇത് അങ്ങനത്തെ ബോധോദയല്ല, ലൈഫിനെയൊക്കെ പറ്റിട്ടെ. അതും ചേട്ടൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഇനിയിപ്പോ പഴയതൊക്കെ മറന്ന് നന്നായി നല്ലൊരു ജീവിതമൊക്കെ വേണമെന്നാണല്ലോ. നല്ല കാര്യം, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അത് വേണം. പക്ഷെ ഞാൻ ഇനി വളച്ചൊടിക്കാതെ ഞാൻ കാര്യം പറയാം. സംഭവം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർക്കും പറയുകയും ചെയ്യല്. ഇത് ഇവിടെ തന്നെ അവസാനിച്ചാ മതി. എനിക്കെന്ത് ബുദ്ധിമുട്ട് ചേട്ടൻ പറ. ഞാൻ ജയിലിൽ കിടന്നപ്പോഴാണല്ലോ എന്റെ ജീവിതം മാറിയത്. അത് ചേട്ടൻ പറഞ്ഞല്ലോ. അത് പറഞ്ഞു. അതിന് നിമിത്തമായത് നിങ്ങളൊക്കെയാണല്ലോ. അതും ചേട്ടൻ അടുത്തച്ച് പറഞ്ഞായിരുന്നല്ലോ. അതും പറഞ്ഞു. ചേട്ടാ, ഇതിപ്പം ആ സാഹചര്യത്തില് അങ്ങനെ ഞങ്ങൾക്കൊരു നിമിത്തമാവാൻ പറ്റി, അത്രേ ഉള്ളൂ. അതിപ്പോ ഞങ്ങളുടെ സാഹചര്യത്തിൽ ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. എന്തായാലും ചേട്ടൻ നന്നായല്ലോ, അതൊരു സന്തോഷം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പോട്ടെ. അല്ലല്ലേ പോലെ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല. സത്യം പറഞ്ഞ ഇതൊന്നും അല്ല ഞാൻ പറയാൻ വന്ന കാര്യം. എന്തുവാ? ചേട്ടൻ ചുമ്മാ എന്നെ ടെൻഷൻ കാര്യം പറ. ഇപ്പം ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് ഇയാൾക്ക് എന്നെ അടുത്ത് വെറുപ്പോ ദേഷ്യമോ ഒന്നും തോന്നരുത് കേട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത് കൂട്ടുകാരന്മാരെ കാണാനൊന്നുമല്ല, പിന്നെ തന്നെ കാണാനാ. ഞാൻ വളച്ചിട്ട കാര്യം പറയാം. എൻ്റെ വീടും കുടുംബവും സാഹചര്യങ്ങളൊക്കെ വേറെയാണ്. അതേപോലെ ശിവയുടേതും വേറെ ആയിരിക്കും. എനിക്കിത് പറയാൻ യോഗ്യത ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാണ്. എനിക്ക് ഇഷ്ടമാണ്. അല്ല, അടിക്കരുത്, വെറുക്കരുത്, ശപിക്കരുത് എന്നും എൻ്റെ മനസ്സിൽ ശിവ മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും പറയുകയും ചെയ്യില്ല. ഓക്കെ? നീ ഇവിടെ നിക്കണേ? അല്ല റോക്സ് എന്താണ് റോക്കറ്റ് വിട്ട പോലെ പോണാണ്ട്? എന്തെന്നാ എന്താന്ന്? ചേച്ചി, ഷിബു റോക്സിന് എന്നോട് ഐ ലവ് യു ആണെന്ന്. അയ്യോ എന്ത്? ഐ ലവ് യു എന്ന് പറഞ്ഞ? അല്ല, കണ്ണി നോക്കിട്ട് എനിക്ക് ശിവ ഇഷ്ടമാന്ന്. പിന്നെ അത് മാത്രമല്ല, അവൻ ജയിലിൽ കയറിയപ്പോ തൊട്ട് ഞാൻ എന്റെ മനസ്സിൽ കയറി ഇരിക്കുവാണെന്നൊക്കെ. എന്ത് ചെയ്യും
ചേച്ചി? ശിവ അതെ. അയ്യോ, യേശു. എന്താണ്? എന്താ? ഒന്നുമില്ല അല്ലേടി? അതെ അതെ, ഒന്നുമില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.